രാഷ്ട്രീയ കേരളത്തിന് ഏറെ പുതുമയുള്ള ഒന്നായിരുന്നു 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണവും അതിന്റെ കടന്നുവരവും. പിന്നീട് കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള മേഖലകളിലെ പഞ്ചായത്ത് ഭരണം വളരെ പെട്ടെന്ന് അവർക്ക് പിടിക്കാൻ സാധിച്ചതും. കിറ്റെക്സ് എന്ന വ്യവസായ സ്ഥാപനം മലയാളികൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒന്നാണ്. അതിന്റെ ഉടമ കൂടിയായിട്ടുള്ള സാബു എം ജേക്കബ് ആയിരുന്നു ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് പിന്നിൽ. എന്നാൽ ഇപ്പോൾ വാർത്തകളിൽ 2020 നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ആയിരുന്നു 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം NDAയുടെ ഭാഗമായത്. അതിനുശേഷം ഇപ്പോൾ 2020ക്ക് അകത്ത് തന്നെ ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. നിരവധി ആളുകൾ 2020യിൽ നിന്ന് രാജിവെക്കുന്ന പശ്ചാത്തലം കൂടിയാണുള്ളത്. NDA പ്രവേശനം പാർട്ടി കൂട്ടായി എടുത്ത തീരുമാനം ആയിരുന്നുവെന്നും 99% പാർട്ടി അംഗങ്ങളുടെയും പിന്തുണയുണ്ട് എന്നുമാണ് 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് ന്യൂസ് 18നോട് പറഞ്ഞത്. BJPയിൽ ചേരുകയല്ല, NDAയുടെ ഭാഗമാവുകയാണ് ചെയ്തത് എന്നും അതിൽ ജാതിയും മതവും ഒന്നും പ്രശ്നമല്ല എന്നും സാബു ജേക്കബ് ന്യൂസ് 18നോട് പറഞ്ഞു. പാർട്ടിയിലുള്ളവർക്ക് ഈ ബന്ധത്തോട് താല്പര്യമുണ്ടോ? 99% ആളുകളും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങളിത് വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിയോജക മണ്ഡലം കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റികളിലും എല്ലാം ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. വിയോജിപ്പുള്ള ആളുകളുണ്ട്. ഇപ്പം നമുക്ക് ഏതായാലും 100% ആളുകളൊന്നും ഒരു പാർട്ടിയിലും അങ്ങനെ അനുകൂലിക്കില്ല. പക്ഷെ ഭൂരിഭാഗം ആളുകളും അതിൽ യുക്തമായുള്ള തീരുമാനമെടുക്കാനായിട്ട് എന്നെ ചുമതലപ്പെടുത്തുകയും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പിന്തുണ അതിപ്പോഴും താങ്കൾക്ക് കിട്ടുന്നുണ്ടല്ലോ, താങ്കളുടെ പാർട്ടിക്ക് കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ വിജയം പഞ്ചായത്തുകളിൽ നേടാൻ കഴിയുന്നത്. അവർ അകന്നു പോകുമെന്നുള്ള ഒരു ഭയം താങ്കൾക്കില്ല? ഇതിനകത്ത് ഈ NDA ഞാൻ BJPയിലല്ല ചേർന്നത്, NDAയിലാണ്. NDA എന്ന് പറയുന്ന ഒരു മുന്നണിയാണത്. അവിടെ ഈ പറയുന്ന മാതിരി നമ്മൾക്ക് അങ്ങനെ കരാറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. എൻ്റെ ലക്ഷ്യം ഇപ്പോൾ ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും ഇവർ രണ്ടുപേർക്കും ഈ കേരളത്തിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൂടാ നമുക്ക്? യെസ്, എന്തായാലും 2020 ഇപ്പോൾ NDAയുടെ ഭാഗമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. ആ ഘട്ടത്തിലടക്കം അതിന് തൊട്ടു മുമ്പ് ആയിരുന്നു NDAയിലേക്കുള്ള ഔദ്യോഗികമായ 2020യുടെ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തത്. 2020 എന്ന രാഷ്ട്രീയ പാർട്ടി അതിന് വലിയ രാഷ്ട്രീയ ചരിത്രം ഇല്ല. അതിൻ്റെ ഒരു സംഘടിത സ്വഭാവവും വ്യത്യസ്തമാണ് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന്. എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ 2020യുടെ NDA പ്രവേശനം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഈ ഘട്ടത്തിൽ ചേരുന്നത് ഡാനി പോൾ ആണ്. ഡാനി, നേരത്തെ തന്നെ നമുക്കറിയാം വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പുണ്ടായ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ 2020യുടെ NDA പ്രവേശനം ചർച്ചയായത്. ഇപ്പോൾ സാബു പറയുന്നത് ഇതൊരു പൂർണ്ണമായും പാർട്ടിയുടെ അറിവോടുകൂടി അല്ലെങ്കിൽ പ്രവർത്തകരുടെ പിന്തുണയോടുകൂടി എന്നതാണ്. 99% പ്രവർത്തകരും പിന്തുണയ്ക്കുന്നു എന്നാണ്. പക്ഷേ നിരവധിയായ ആളുകൾ എതിർപ്പറിയിച്ച് ഇതിനോടകം തന്നെ പാർട്ടി വിടുന്നൊരു സാഹചര്യമാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അഭിലാഷ്, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് BJPയിലേക്ക് ചെല്ലുന്നതിനുള്ള ഒരു വഴി എന്ന രീതിയിൽ NDAയിലേക്ക് എത്തുക എന്ന രീതിയിലേക്ക് NDAയോട് അടുത്ത് നിൽക്കുക എന്ന രീതിയിലുള്ള ആ ഒരു ഫോർമുല കഴിഞ്ഞ കുറേ നാളുകളായി 2020 ചർച്ച ചെയ്തു വരികയാണ്. നമ്മൾ തന്നെ നേരത്തെ അത് വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ അത് പ്രതിഷേധിച്ചുകൊണ്ടെന്ന് സാബു ജേക്കബ് ഇത് നിഷേധിക്കാൻ വേണ്ടി മാത്രമായി സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തതും എല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ വളരെ നേരത്തെ തന്നെ ചർച്ചകൾ തുടങ്ങി. ഇന്നിപ്പോൾ നേരത്തെയുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ചർച്ചകൾ കുറേ നാളുകളായി തുടങ്ങി. അപ്പോൾ നമ്മൾ അന്ന് നൽകിയ വാർത്ത മുതൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ശരി തന്നെയാണ്. അതിപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്, അന്ന് നിഷേധിച്ചെങ്കിൽ കൂടിയും. ഏതായാലും 2020 NDAയിലേക്ക് എത്തിയിരിക്കുന്നു. NDAയിലേക്കാണ് BJPയിലേക്കല്ല എന്ന വാദങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പ്രവർത്തകർ ഇപ്പോൾ അതിൽ നിന്ന് പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാത്ത 1% പേരെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതൊന്നുമല്ല, അതിൽ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ വരികയാണ്. ഇന്നലെ തന്നെയാണ് നമ്മൾ വാർത്താ സമ്മേളനം അത് നൽകിയിരുന്നത്. നേരത്തെ വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിന് മുൻ വൈസ് പ്രസിഡന്റ് റസീന പരീദ ഉൾപ്പെടെയുള്ളവർ
ഇന്നലെ രാജിവെക്കുന്നു. ജീൻ മാവേലി, റിഞ്ചു പൊളിഞ്ചോട് തുടങ്ങിയ ഇവരുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളും അതോടൊപ്പം തന്നെ വിവിധ പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഭാരവാഹിത്വങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നവരുമെല്ലാമാണ്. അവരെല്ലാം രാജിവെച്ച് പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് അതിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ രാജി ഉണ്ടാകുമെന്ന് CPM-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസും പ്രതീക്ഷിക്കുന്നു. പലരുമായി തങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇന്നലെ രാജിവെച്ചവരെല്ലാം കോൺഗ്രസിലേക്ക് വരികയായിരുന്നു ചെയ്തത്. CPM-ഉം ഇന്നലെ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. ഏരിയ സെക്രട്ടറി പറയുന്നു തങ്ങളെ പലരും തന്നെ സമീപിച്ചിരുന്നു. പ്രവർത്തകരായ സജീവ പ്രവർത്തകരെ പലരും തങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പറയുന്നു. ഇന്നലെ തന്നെ മറ്റൊന്ന് ഒരു ആരോപണമായി ഉയർത്തിയത് ലോയൽറ്റി കാർഡ് എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ കിഴക്കമ്പലത്തുണ്ട്. അപ്പോൾ ഓരോ കുടുംബത്തിൽ നിന്ന് അതിൻ്റെ പേരിൽ ജാതി തിരിച്ചുള്ള സെൻസസ് ആയിരുന്നു, ആ രീതിയിലുള്ള പരിശോധനയായിരുന്നു നടന്നതെന്നാണ് പുതിയൊരു ആക്ഷേപമായി വരുന്നത്. അപ്പോൾ എത്ര പേര് അവിടെയുണ്ട് എന്നതെല്ലാം തന്നെ പാർട്ടിയിലെ ഇത്ര പേര് എങ്ങനെയൊക്കെയാണ് ഉള്ളത്, ആ ഒരു ലോയൽറ്റി കാർഡിൻ്റെ മറവിൽ അത് ഒരു ജാതി സെൻസസ് എടുക്കുകയായിരുന്നു എന്നാണ് പുതിയ ആരോപണം ഇന്നലെ ഉന്നയിക്കുകയും ചെയ്തത്. അതെന്തായാലും ആകട്ടെ, എന്തായാലും അവിടെ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാജികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് കിഴക്കമ്പലത്ത്. എന്താണ് ഇതിൽ കൂടുതൽ എന്താണ് അദ്ദേഹം പറയുന്നത്, കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ് എന്ന് അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ വിശദമാക്കുകയും ചെയ്യും. എന്തായാലും വലിയ രീതിയിലൊരു തിരിച്ചടി കിഴക്കമ്പലം മേഖലയിൽ എല്ലായിടത്തുന്നുണ്ട്. അത് മറ്റൊന്ന്, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, ഇവരുടെ നിലപാട് എന്തായിരിക്കും, അല്ലെങ്കിൽ അവർ ഒരു പാർട്ടി എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്, അപ്പോൾ അതിൻ്റെ പ്രതിനിധികളായിട്ട് വന്നതാണ്. അപ്പോൾ ഇവരെ ഈ സ്ഥാനമാനങ്ങൾ രാജിവെക്കുമോ, അതെല്ലാമാണ് ഇനി അറിയേണ്ടത്. കാരണം ഇതിൽ പ്രതിഷേധിക്കുന്നവരുണ്ടെങ്കിൽ നിശ്ചയമായും അങ്ങനെ പ്രതിഷേധിച്ച പിരിഞ്ഞു പോവുകയെല്ലാം തന്നെ വേണം. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നതാണ്. നിലവിൽ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ 2 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് UDF. തീർച്ചയായും ഡാനി, നമുക്ക് ഈ പഞ്ചായത്ത് ഭരണത്തിൽ അടക്കം ഈ NDA-യിലേക്കുള്ള നീക്കം എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നത് വിശദമായി തന്നെ നോക്കാം. അതിനു മുമ്പ് ഡാനി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പ്രസ്ഥാനം ആണ് 2020. ആ 2020-യുടെ വളരെ പെട്ടെന്നുള്ള ആ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിരുന്നു 2020-യെ സംബന്ധിച്ചിടത്തോളം ഒരു പോരാട്ടത്തിലേക്ക് കടന്നത് എന്നത് നമുക്ക് അറിയാൻ സാധിക്കും. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 മണ്ഡലങ്ങളിൽ ആയിരുന്നു 2020 മത്സരിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ 2020 8 മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ അടുത്ത ഡേറ്റയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് എവിടെ എന്നതാണ്. അതായത് 2020 മത്സരിച്ചതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് കുന്നത്ത് നാടാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് സ്വന്തം തട്ടകം എന്ന് തന്നെ പറയാം. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്ത് നാട് നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിൽ കരുത്ത് കാണിച്ചിരുന്നു 2020 എന്നതാണ് വസ്തുത. ആ കണക്കിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എന്തായിരുന്നു 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ചിത്രം എന്നതാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത്. അതായത് കുന്നത്തുനാട് ഇപ്പോൾ MLA ആയിട്ടുള്ളത് PV ശ്രീനിജൻ ആണ് എന്ന് നമുക്കറിയാം. ഈ PV ശ്രീനിജൻ LDF-ന്റെ സ്ഥാനാർത്ഥിയായി PV ശ്രീനിജൻ 52,000-ൽ അധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് അവിടെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നതാണ്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പൊതുവെ ഒരു ഇടത് തരംഗം അല്ലെങ്കിൽ ഭരണ തുടർച്ച എന്ന നിലയിൽ ശക്തമായ LDF അനുഭാവപൂർണമായ ഒരു വോട്ട് ഗതിയാണ് ഉണ്ടായത് എങ്കിൽ പോലും കുന്നത്തുനാട് അതിശക്തമായ ഒരു പോരാട്ടം നടക്കുകയും ഏതാണ്ട് 2000-ന് മുകളിൽ മാത്രം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി PV ശ്രീനിജൻ അവിടെ വിജയിക്കുകയുമാണ് ചെയ്തത്. VP സജീന്ദ്രൻ ആയിരുന്നു UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് മാത്രവുമല്ല 49,000 വോട്ടുകൾ VP സജീന്ദ്രൻ കുന്നത്തുനാട് നിന്ന് നേടുകയും ചെയ്തു. ഇതിൽ ഇനി പറയുന്ന പോയിന്റാണ് പ്രേക്ഷകർ എടുത്ത് ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ സുജിത് P സുരേന്ദ്രൻ ആയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020-യുടെ സ്ഥാനാർത്ഥി എന്നതാണ്. ഒപ്പം 2020-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുജിത്ത് 42,701 വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടുകയും ഈ 3 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ ഇഞ്ചോടിഞ്ച് തന്നെ പോരാടി എന്നത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഒപ്പം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, അവിടെ NDA-യുടെ സ്ഥാനാർത്ഥിയായിരുന്നത് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്ന രേണു സുരേഷിന് 7,218 വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് എന്നതാണ്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന 2020 അതിശക്തമായ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ NDA-യുടേത് അങ്ങേയറ്റം മോശമായൊരു പ്രകടനം എന്ന് പറയാം. ഇനി ഈ വോട്ട് നിലയിൽ എന്തു മാറ്റമുണ്ടാകും എന്നതാണ് എടുത്ത് നോക്കേണ്ടത്. അതായത് 3-ാം സ്ഥാനത്തുള്ള ഡോക്ടർ സുജിത്തിൻ്റെയും 4-ാം സ്ഥാനത്തുള്ള രേണുവിൻ്റെയും വോട്ടുകൾ
ടാലി ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റം, അതാണ് പ്രകടമാകുന്ന മാറ്റം. പക്ഷേ അങ്ങനെ കണക്കുകളിൽ മാറ്റം വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇനി കുന്നത്തുനാട് NDAയുടെ ഭാഗമായി 2020 മത്സരിക്കുമ്പോൾ ഈ 42,000 എന്ന മാർജിന് മുകളിലേക്കൊക്കെ എത്താൻ പറ്റുമോ? അതിനപ്പുറത്ത് 2020-യിൽ ആളുകൾ ഇടഞ്ഞു നിൽക്കുന്നവർ അധികമായി കൊഴിഞ്ഞു പോകുമോ എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വോട്ട് ശതമാനം കൂടി പരിശോധിക്കുമ്പോൾ അവിടെ നമുക്കറിയാം LDF 33.79% വോട്ട് നേടിയപ്പോൾ UDF-ന് 32.04% വോട്ട് നേടാൻ സാധിച്ചു. അവിടെയാണ് 1.1%. അതുമാത്രമാണ് UDF-ഉം LDF-ഉം തമ്മിലുണ്ടായിരുന്ന വ്യത്യാസമെങ്കിൽ അവിടെ 2020-ക്കും മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചു. 27%-ലധികം വോട്ട് നേടാൻ സാധിച്ചു. പലപ്പോഴും NDA മത്സരിക്കുന്ന അല്ലെങ്കിൽ BJP മത്സരിക്കുന്ന ഇടങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ വോട്ട് എന്ന് നമുക്ക് എടുത്തു തന്നെ പറയാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം ആണ് ഉള്ളത് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്. ഒപ്പം മറ്റു മണ്ഡലങ്ങൾ കൂടി, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി വളരെ പെട്ടെന്ന് ഒന്ന് കണ്ണോടിച്ചാൽ ഇത് എറണാകുളം ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മണ്ഡലങ്ങളിൽ ആണ് പ്രധാനമായും പോരാട്ടം നടത്തിയത്. അതിൽ കുന്നത്തുനാട് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട സാഹചര്യമുണ്ട്. പെരുമ്പാവൂരിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു എന്ന് മാത്രവുമല്ല, അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ചിത്ര സുകുമാരനും ഈ വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു പെരുമ്പാവൂരിൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ കോതമംഗലത്തെ സ്ഥാനാർത്ഥി, അന്ന് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് വന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നേതാവ് PJ ജോസഫിൻ്റെ മരുമകൻ ആയിരുന്നു എന്നതാണ്. ജോൺ ജോസഫ് ആയിരുന്നു അവിടെ മത്സരിച്ചത് എന്നതൊക്കെ വലിയ തോതിൽ രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന് മൂവാറ്റുപുഴയിൽ ആണ്. മൂവാറ്റുപുഴയിലും കരുത്തുറ്റ ഒരു പോരാട്ടം നടത്താൻ സാധിച്ചു എന്ന് മാത്രവുമല്ല, BJP അവിടെ നേടിയതിനേക്കാൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.